ഹായ് എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയാലോ? 2 മിനിറ്റ് കൊണ്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് കാലത്ത് ഞാൻ പലഹാരം മക്കൾക്ക് കാലത്ത് കൊടുത്തത് ചായക്കൊപ്പം പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് മൈദ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ആ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ പഞ്ചസാര, ഉപ്പ്. പഞ്ചസാര ആവശ്യത്തിന് ചേർക്കാം മാവിൽ, വേറെ ഒന്നും കൊണ്ടല്ല. കുഞ്ഞു മക്കൾക്കൊക്കെ മധുരം ഇഷ്ടമുള്ള കൂട്ടത്തിലാണെന്ന് കുറച്ച് അധികം വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്താൽ അത് അതിൻ്റെ ഒരു ആ മധുരമൊക്കെ നമുക്ക് തോന്നിക്കുള്ളൂ മാവിൽ. പിന്നെ ഇത്തിരി ക്രിസ്പി ആവണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കണം. എൻ്റെ കയ്യിൽ അരിപ്പൊടി കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ മൈദയും മഞ്ഞളും ഉപ്പും പഞ്ചസാരയും മാത്രമാണ് കേട്ടോ ചേർത്തേക്കുന്നത്. അപ്പോൾ അതിൽ വെള്ളം ഒഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് അത് പാകത്തിന് എടുത്തു. വേറെ ഒന്നും ഉണ്ടല്ല, വെള്ളം കൂടുതലാവാൻ പാടില്ല. എപ്പോഴും ഇങ്ങനെ ഉതിർന്ന് വീണ പാകത്തിൽ വേണം പഴംപൊരിയുടെ മാവ് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബാറ്ററൊക്കെ തയ്യാറായി. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ വലിയ വിസിറ്റേഴ്സൊക്കെ വീട്ടിലേക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഗ്യാസുമേ വെക്കണതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അപ്പുറത്തെ അടുപ്പമേ നോൺ സ്റ്റിക്ക് ഒരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാനായാലും നിന്നാൽ മതി കേട്ടോ. അപ്പോൾ അത്രയും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചായ തിളക്കണോട് കൂടിയിട്ട് തന്നെ പഴംപൊരി ഉണ്ടാക്കലും കഴിയും. വേറെ ഒന്നും ഉണ്ടല്ല, 1 ടീസ്പൂൺ, അത് സാധാ നോർമൽ ടീസ്പൂൺ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയായിട്ട് ഞാൻ ഒഴിക്കുന്നത്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല. പിന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ്, അപ്പം മക്കൾക്ക് അത് നെയ്യ് അകത്തേക്ക് ചെല്ലലോ ആവുമല്ലോ. അപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യിലായാലും പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ പഴമൊക്കെ ഈ മാവിൽ പൊരിച്ച് എടുക്കണതാണ് ഈ കാണുന്നത്. ആ പഴംപൊരി ഇട്ട് കഴിയാറാവണോട് കൂടിയിട്ട് തന്നെ നമ്മൾ അത് മറിച്ചിടുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പഴംപൊരി ഇടാനായിട്ട്. അത് കഴിഞ്ഞ് പഴംപൊരി അതിൽ ഇട്ട് കഴിഞ്ഞതിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് തന്നെ നമ്മളെല്ലാം അത് മറിച്ചിട്ടിട്ട് അത് ഒരു മൂടിക വെച്ച് മൂടി 1 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം അത് വീണ്ടും ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിടുക. അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കാലത്ത് നേരമായാലും മക്കൾ സ്കൂളിൽ പോണ സമയത്തേക്ക് പലഹാരമായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. വേറെ ഒന്നും കൊണ്ടല്ല, തീരെ വെളിച്ചെണ്ണയില്ല. അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ നെയ്യിലായാലും പഴംപൊരി ഇങ്ങനെ പൊരിച്ച് കൊടുക്കാം കേട്ടോ മക്കൾക്ക്. അപ്പോൾ മക്കൾക്കായാലും ഇഷ്ടമാവും. ചിലപ്പോൾ ചില മക്കൾക്ക് പഴം പുഴുങ്ങിയത് ഇഷ്ടമുണ്ടാവില്ല കാലത്തൊന്നും കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ വിസിറ്റേഴ്സൊക്കെ ഇങ്ങനെ പറയാണ്ടൊക്കെ വേഗത്തിൽ വീട്ടിലേക്ക് വരാൻ പഴം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ചായയുടെ അടുപ്പത്തും നമുക്ക് പഴംപൊരിയും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുഞ്ഞു എഴുന്നേറ്റ് വന്ന കാലത്ത് നിന്ന് പഴംപൊരിയും ചായയൊക്കെയാണ് കുടിച്ചത്. പിന്നെ ഇന്നലത്തെ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും ചോറും പിന്നെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് അവർക്ക് സ്കൂളിലേക്ക് കൊടുത്തയച്ചു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.